പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമം നടത്തി. പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി. വായനാക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനവും വിതരണം ചെയ്തു. പുനലൂർ താലൂക്ക് ലൈബ്രറി സംഗമമാണ് പുനലൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിൽ സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും നടത്തി. കാസർഗോഡ് സ്വദേശി സിനാഷയ്ക്കാണ് പുരസ്കാരം സമ്മാനിച്ചത്. എൻ്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന കവിതയാണ് ഈ ഒരു അവാർഡിന് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുമ്പോൾ കർഷക പശ്ചാത്തലത്തിൽ നിന്നുള്ള ഒരു പെൺകുട്ടി, അവളുടെ ദുരിതങ്ങളും അതിലപ്പുറത്തേക്ക് അവളുടെ ചെറുത്തുനിൽപ്പുകളും പ്രതിഷേധവും ഒക്കെയാണ് ആ കവിതയിൽ ഞാൻ വിവരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അത് ഇന്ത്യയിലെ കർഷക സമരത്തെ പ്രമേയമാക്കിക്കൊണ്ടുള്ള ഒരു കവിതയാണെന്ന് പറയാം. അതിനപ്പുറത്തേക്ക് പൊതുവെ നമ്മുടെ രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ കൂടിയാണ് ഞാൻ ആ കവിതയിൽ ചിത്രീകരിക്കാൻ ശ്രമിച്ചത്. നമുക്കറിയാം, നമ്മുടെ രാജ്യം ഇന്ന് വളരെയധികം ഇരുണ്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരുപാട് അനീതികളും അടിച്ചമർത്തലുകളും ഒക്കെ നമ്മൾ കാണുന്നും അനുഭവിക്കുന്നുമുണ്ട്. അത്തരം പ്രശ്നങ്ങൾ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഭാഗങ്ങളിൽ ഒന്നാണ് നമ്മുടെ കർഷകർ. അതുപോലെ തന്നെ അതിലും പ്രധാനമായി അത്തരം അനീതികളോട് ഏറ്റവും ശക്തമായി പ്രതിഷേധിക്കുന്ന ആളുകൾ കൂടിയാണ് നമ്മുടെ കർഷകർ. അതുകൊണ്ടാണ് രാജ്യത്തിൻ്റെ ഇന്നത്തെ അവസ്ഥയെപ്പറ്റി എഴുതുന്ന സമയത്ത് ഞാൻ കർഷകരെ പ്രധാന പ്രമേയമാക്കിക്കൊണ്ട് എഴുതാൻ ശ്രമിച്ചത്. അതിലെ എൻ്റെ ഉഴാൻ പോയ പെണ്ണ് എന്ന് പറയുന്ന പെൺകുട്ടി നമ്മുടെ കർഷക സമൂഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ നമ്മുടെ തന്നെയും ഒരു ജനത എന്ന നിലയിൽ നമ്മുടെ പ്രതിനിധിയാണ്. പുനലൂർ ബാലൻ അനുസ്മരണവും പുരസ്കാര സമർപ്പണവും ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിളക്കുടി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇനി നാളെയെന്നു മെഴി പൂട്ടുന്ന പൂവുകളിൽ ഉറയുന്ന ഗന്ധമുണ്ട്. ഇനി വരാന്ന് വിട പറയുന്ന മതിലേഖയിൽ വെളിച്ചമുണ്ട്. ഒട്ടകലെങ്കിലും നീയുണ്ടു ഞാനുണ്ടു, നമ്മളിൽ പൂത്ത നൽകനികളുണ്ട്. ഓരോ മുഖത്തും ചിരിയുണ്ട്, ദുഃഖമുണ്ട്. ആത്മനാളത്താൽ തെളിച്ച ചെറുതിരി ഒഴിഞ്ഞ് ഈ ഇരുട്ടിൻ സന്ധ്യയെയും തുടുത്തു വിടരുന്നോരുഷസ്സിനെയും ഒത്തു വരവേൽക്കണം. എത്ര ഗംഭീരമായ കവിത! മനുഷ്യനെ കുതിക്കുന്നവരാണ് മനുഷ്യൻ. ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിക്കുന്നതല്ല കവിത. അതായിരുന്നു ബാലണ്ണൻ്റെ കവിതകളിൽ വളരെ ചുരുക്കുകയാണ്. 2-3 കാര്യങ്ങൾ മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, അതിലെങ്ങും ഒരു മൃത്യു ഭയം ഇല്ല. ഒരു കവിതയിൽ പോലും മൃത്യുബോധം ഇല്ല. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, തെന്മല ഒരത്ത കർഷകൻ മൃത്യുവെ വെട്ടി ജയിക്കവനാകുന്നു. അതുപോലെ തന്നെയാണ് വടക്കൻ പാട്ടിൽ പറയുന്നുണ്ടല്ലോ, ആ മൃതി വന്ന് ഇവിടെ താഴുകയാണ് എന്ന് അദ്ദേഹം പറയും. മൃതി ലജ്ജിച്ച് തലതാഴ്ത്തുന്നു ഒരവസ്ഥയാണെന്ന് വടക്കൻ പാട്ടിൽ പറയുന്നത്. അങ്ങനെ ജീവിതോത്സവം പകരുന്ന ഒരു കവിതയാണ് പുനലൂർ ബാലന്റെ എല്ലാം. വടക്കൻ പാട്ടായാലും വടക്കൻ പാട്ടാണ് അദ്ദേഹം എടുത്തത്, തെക്കൻ പാട്ടല്ല. പ്രൊഫസർ പി കൃഷ്ണൻകുട്ടി പുരസ്കാര ജേതാവിനെ പരിചയപ്പെടുത്തി. വായിക്കുന്ന പുസ്തകങ്ങൾ ഗ്രന്ഥശാലയുമായി ബന്ധപ്പെട്ട് അവിടുന്ന് എടുത്ത് വായിക്കുന്ന പുസ്തകങ്ങൾ ഡയറിയിൽ കുറിക്കുകയും ഗ്രന്ഥശാല സെക്രട്ടറിയുടെ ശുപാർശയോടുകൂടി താലൂക്കിലേക്ക് തരികയും താലൂക്ക് അത് മൂല്യനിർണ്ണയം നടത്തിയിട്ട് ചെറിയ സമ്മാനത്തോടുകൂടി ആ ബുക്ക് തിരിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിൽ തുടർന്ന് പിന്നെയും എഴുതുക. 5ാം ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടി ഡിഗ്രി ലെവലിലേക്ക് പോകുമ്പോൾ ഏതാണ്ട് 10 കൊല്ലം നമ്മളോടൊപ്പം സഞ്ചരിച്ച് വായനാക്കുറിപ്പ് തയ്യാറാക്കിയാൽ ചെറിയ സമ്മാനമാണ് കൊടുക്കുന്നതെങ്കിലും അതൊരു പ്രേരണയാണ്. PTLC പ്രസിഡന്റ് അഡ്വക്കേറ്റ് ലെനു ജമാൽ അധ്യക്ഷത വഹിച്ചു. AJ പ്രദീപ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. PTLC വൈസ് പ്രസിഡന്റ് D ദിനേശൻ സ്വാഗതം പറഞ്ഞു. വായനാക്കുറിപ്പ് വിജയികൾക്കുള്ള സമ്മാനങ്ങളും വിതരണം ചെയ്തു. M സലീം അനുമോദനം നിർവഹിച്ചു. ലൈബ്രറി സംഗമത്തിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് KB മുരളീകൃഷ്ണൻ നിർവഹിച്ചു. സെക്രട്ടറി പ്രദീപ് കണ്ണങ്കോട് റിപ്പോർട്ടും വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ശ്രീദേവി പ്രകാശ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, പുനലൂർ.